എൻ്റെ വീട്ടിലേ കുറച്ചധികം പഴം ഉണ്ടായിരുന്ന സമയത്ത് അതിങ്ങനെ തൊലി കറുത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഉള്ളിലൊന്നും കുഴപ്പമില്ല. എന്നാലും ഇതിൻ്റെ ലുക്ക് കണ്ടാൽ ഇത് അങ്ങനെ തന്നെ കഴിക്കാനും തോന്നൂല. ആ ഒരു രീതിയിൽ തന്നെ അങ്ങനെ ഈ പഴം എൻ്റെ അമ്മ എന്നെ ഏൽപ്പിച്ചതാണ്. എൻ്റെ അമ്മക്കറിയാം ഇതിൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്കി എടുക്കുന്നു. ഏത് അതന്നെ എന്നെ പുകഴ്ത്താൻ ഒരു ഡാഷിൻ്റെ ആവശ്യമില്ല. എനിക്കാണെങ്കിൽ ഈ ഒരു മധുരത്തിനോട് അധികം താല്പര്യമില്ല. പ്രത്യേകിച്ച് ഈ ഒരു പഴം വെച്ചിട്ടുള്ള ഐറ്റംസ് ചെയ്യാനോ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടായിനി, ഈ ഒരു പഴം എങ്ങനെയെങ്കിലുമൊക്കെ തിന്നാൻ പറ്റുന്ന ഒരു കോലത്തിലാക്കും വേണം. അതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനും പറ്റൂല. ഈ ഒരു പഴം മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യാൻ എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പറച്ചിലൊന്നും മെയിൻ്റെക്കാതെ ഞാൻ 2 മുട്ടയൊക്കെ എടുത്ത് പൊട്ടിച്ച് ഇത് നമ്മളെ മറ്റേ ഐറ്റം ഉണ്ടല്ലോ, ബനാന പോള, കായ്പോള എന്നൊക്കെ പറയുന്ന ആ ഒരു ഐറ്റാട്ടോ ഉണ്ടാക്കി. അങ്ങനെ പഴമൊക്കെ അരിഞ്ഞെടുത്ത് അത് ജസ്റ്റ് ഒന്ന് നെയ്യിൽ വാട്ടിയെടുത്ത് പിന്നെ മുട്ട, മൈദ, ഏലക്കായ, പഞ്ചസാര ഒക്കെ ചേർത്ത് മിക്സിക്ക് അത് ഇളക്കി. ഈ ഒരു ഐറ്റം ശരിക്കും നമ്മളൊരു സോസ് പാനിലാട്ടോ ചെയ്തെടുക്കേണ്ട. അപ്പോഴേ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. ഞാനിതിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പൻ്റെ കയ്യിൽ കിട്ടിയ ഒരു പാനിലായിട്ട് ചെയ്തെടുത്താണ്. അങ്ങനെ ഇത് സെറ്റാണ്. ഇനി നെക്സ്റ്റ് ടാസ്ക് ഇത് പൊട്ടാതെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റണം. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ക്ഷമയൊക്കെ വേണം. ഈ ഒരു പരീക്ഷണത്തിൽ നമ്മൾ സക്സസ് ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി സെറ്റാണ് കേട്ടോ.